ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ജിമ്മ് വരെ വെറുതെ വന്നതാണ്. ഇതിനെ കുറിച്ച് റിസൾട്ടിനൊക്കെ കേസ് വന്ന ന്യൂട്രീഷനാണ്. ഒരു മാസം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ ഗാരേജിലാണ് കടന്നുറങ്ങുന്നത്. 2-3-4 വർഷമായിട്ട് അങ്ങനെ കടന്നുറങ്ങും. എനിക്കൊരു വീട് വേണമെന്ന്. അപ്പോൾ ഞാനപ്പോൾ ഒരു വീഡിയോ ആണ് എന്താ പറയുക നോക്കിയിട്ടുണ്ട്. ഐലാൻഡിലാണ് വീട്. ഐലാൻഡ് വരെ പോകണം, അതാണ് വലിയ പ്രശ്നം. പിന്നെ നമുക്കവിടെ അത്ര സ്പേസ് ഉണ്ടാവില്ല. ഒരു ഗാരേജ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കാറുകൾ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ആ വീടിക്ക് ക്യാഷ് എന്നൊക്കെ 5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് സെറ്റാക്കി. ഇത് നമ്മുടെ M4ൻ്റെ റിമ്മ് ചെയ്തതുണ്ട്. അതിൽ സിൽവർ കളറാണ്. ഡിസ്പ്ലേക്ക് പറയാം. വണ്ടീൻ്റെ കളറ് മാറ്റുമ്പോൾ എന്തെങ്കിലും പറയണം. പിടിച്ചിട്ട് ഒക്കെ ചേഞ്ച് നല്ല അടിപൊളി ലുക്കാണ് പറയണം. പിന്നെ ഞാൻ എൻ്റെ നമ്പർ പ്ലേറ്റ് അയച്ചിട്ടാണ്. നമ്പർ പ്ലേറ്റ് വെക്കണം. ബാക്ക് മാത്രമേ ഞാൻ നമ്പർ പ്ലേറ്റ് വെക്കുന്നുള്ളൂ. പുറകിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ വെക്കണില്ല. ഇന്ന് നമുക്കിന്നിപ്പോൾ എന്താ പറയുക, നമുക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റിലോ കയറാണ്ട്. നമുക്ക് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ എത്തി കാണാം. അപ്പോൾ കേസ് നമ്മളപ്പോൾ സൂപ്പർ മാർക്കറ്റിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പച്ചക്കറി സാധനങ്ങളായിരുന്നു വാങ്ങണ്ടായിരുന്നത്. എന്താ വെച്ചാൽ അവിടെ ചെന്ന് കുക്ക് ചെയ്ത് കഴിക്കണല്ലോ, വിശക്ക് ഉണ്ടാവും. ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഈ വണ്ടിനകത്ത് എയർ സസ്പെൻഷൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറച്ച് പോലീസ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഇതാക്കണമെന്നുണ്ട്. മെയിൻ വണ്ടിയാലോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ ഈ M4 കൊടുത്തിട്ട് എന്താ പറയുക M5 അങ്ങനെ എന്തെങ്കിലും വണ്ടി എടുക്കുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്ബൊക്കെ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണം. കൊണ്ട് നമ്മളവിടെ തൊട്ടടുത്തല്ലേ, ഐലാൻഡ് നമ്മളവിടെ തൊട്ടടുത്താണ്. പിന്നെ ഞാൻ ഈ ഗാരേജിൽ കിടക്കുന്നതുകൊണ്ട് ഐലാൻഡിൽ തെങ്ങില്ല, എനിക്കറിയാം മഞ്ഞുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ വിൻ്റർ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ റോട്ടിലൊക്കെ ഇങ്ങനെ അവിടുത്തെ റോട്ടിൽ മഞ്ഞാലോ, ഇവിടുത്തെ റോട്ടിൽ വഴി അറിയില്ല, അതിൽ കൂടെ പോകണ്ടേ. ഇവിടുത്തെ റോട്ടിൽ കൂടെ പോകുമ്പോൾ പാടുണ്ട് ടയറിൻ്റെ. നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ഒന്നും പറയാനും പറ്റൂല. ഇത് ഡ്രിഫ്റ്റ് ഒന്നും പറയാനും പറ്റൂല. ഓക്കെ, നമുക്ക് നേരെ ചവിട്ടി വിടാട്ടെ. എന്താ വെച്ചാൽ ഇവിടെ തൊട്ടടുത്തുള്ളതാ. അത് നേരെ കാണുമ്പോൾ ഒരു ടണലെത്തും. അപ്പോൾ കേസ് നമുക്കിന്ന് ഐലാൻഡിലെത്തിയിട്ട് കാണാം. ഐലാൻഡിലേക്ക് ഇപ്പം എത്തും. കൺലേസ് ഐലാൻഡ് ഇപ്പം എത്തും. ഐലാൻഡ് എത്തി. ഞാൻ നേരത്തെ അങ്ങനെ കുറച്ച് കട്ടിയിൽ പറയാനില്ലത് ഇതായിരുന്നു. ചാടി ഉണ്ട് നമ്മൾ ഒരു നൈസിൽ ചാടി നൈസ് ചാടലായിരുന്നു. ഒരു ജമ്പ് വേണമെങ്കിൽ പറയാം. നമ്മൾ അത്രക്ക് ഐലാൻഡിൽ അത്രക്ക് സ്പീഡിൽ പോകണില്ല. അതിൻ്റെ ടയർ ഇട്ടാലും വണ്ടി പൊട്ടിയിട്ടൊക്കെ പോണേ. നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ. ഇതിനായിട്ട് ഒരു ലോക്കൽ സെറ്റപ്പ് ഒന്നും പറയാനില്ല, അത്രയും ലക്ഷറി ആണ്. ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഏതായാലും ഇത് വെറുത്താട്ടാ. നമുക്കപ്പോൾ റിവേഴ്സ് ഇട്ട് കയറ്റാം. ഗാരേജ് ഞാൻ നോക്കാനുള്ളത്, നമുക്കിപ്പോൾ ഇവിടെ ഇട്ടാലോ വണ്ടി. ഗാരേജിനകത്ത് ഉണ്ടാക്കാം. അത്യാവശ്യത്തിന് 3 വണ്ടികളൊക്കെ സുഖമായിട്ട് കിടക്കുമല്ലോ എൻ്റെ ഇരിക്കണേ. M4 ഒന്ന് നേഴ്സിൽ പുറകേക്ക് ഇട്ടാൽ മതി. ഇങ്ങോട്ട് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ ഞാൻ ഈ റൂമിൽ അത്രക്ക് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ യൂസ് ചെയ്യാൻ ഫ്രണ്ടിൽ 2 വണ്ടികളും ഇടാം, ബ്രാബസും എൽസിയും ഇടാം. പിന്നെ എൻ്റെ ഇരിക്കണ വേറെ 2 കാറുകൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതാ ഗാരേജിൻ്റെ പുറത്ത് ഇവിടെ ആ 2 ഇടാം. പിന്നെ എൻ്റെ മെയിൻ ഒരു BMW ഉണ്ടല്ലോ, ആ BMW നമുക്ക് നമ്മുടെ ഈ ഷെഡിലിടാം. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ മറ്റേ പുതിയതായിട്ട് എടുത്ത വണ്ടി ഉണ്ടല്ലോ, അതിടാം. അതിൻ്റെ സൈഡിൽ വേറൊരു വണ്ടി കൂടി ഇടാം. കറക്റ്റ് 3 വണ്ടി ഇടാൻ സ്പേസ് ഉണ്ടാവില്ല, 2 വണ്ടി കൂടെ ഇടാം. ഒരു വണ്ടി ഇതാ ഇവിടെ ഇടാം.
കറക്റ്റാണ്, കറക്റ്റ് സ്പേസാണ് വീട്. നോക്കട്ടെ വീട് ഇതിനകത്ത് കിച്ചണുണ്ട്, പിന്നെ കുറച്ച് സംഭാറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇത് മാത്രമാണ് കൊള്ളം ഐറ്റംസ് മാത്രം. അതിൽ ഇങ്ങനത്തെ ഡോറാണ്, അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഒരു ലിവിങ് റൂമാ. ഇത് തുറന്ന ഗാരേജ്. ഓക്കെ ഓക്കെ, ഇത് 2 നില അല്ലേ, 3 നിലയാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു ലിവിങ് റൂം ഉണ്ട്. പിന്നെ ഇവിടെ അല്ല, ചെറിയൊരു ബെഡ്റൂമും ഉണ്ട്. ഇതാവുന്നു മാസ്റ്റർ ബെഡ്റൂം ആവുന്നത്. പിന്നെ അവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഓക്കെ, കൊള്ളാം. ഈ വാതിലോട് നേരെ നമ്മുടെ ഗെയിമിംഗ് റൂം ഉണ്ട് അവിടെ. ഓക്കെ, സെറ്റ്. ഹെഡ്സെറ്റ്, CPU അവിടെ. CPU ഇല്ലേ, അതായിരിക്കും CPU. ഡബിൾ കമ്പ്യൂട്ടർ, ചായ, 2 സൗണ്ട് ബാർ, AC. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ഇത് ബാത്റൂം. കൊള്ളാം, അടിപൊളി ബാത്റൂം. ഇവിടെ ബാത്റൂമത്തിനാണ് എന്താ പറയുക, വാഷിംഗ് മെഷീൻ ഉള്ളത്. അയ്യോ, ഞാൻ വാതിലടച്ചു. വേറെ മൂന്നാമത്തെ റൂമിൽ എന്താണെന്ന് അറിയില്ല, അതോട് പോയി നോക്കണമെങ്കിൽ. വാതിലും തുറന്നു, പുറത്തേക്കാണ്. ഓക്കെ, റൂം ഇതടിച്ചു. ഓക്കെ, ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ബാൽക്കണി പോലെ ഒരു സെറ്റ് ഉണ്ട്. കൊള്ളാം. ഓക്കെ, മൂന്നാമത്തെ നില. ഇവിടെ സ്റ്റെയർകേസ് ഒന്നുമില്ല, സ്റ്റെപ്പ് ഒന്നുമില്ല. ഇത് നമ്മളെ പേഴ്സണൽ ജിമ്മൊക്കെ ഉണ്ടല്ലോ അവിടെ. പിന്നെ അപ്പൊ ഗൈസ്, ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട് കമന്റ് ചെയ്യണം. വീട് നല്ല അടിപൊളിയാണോ, അതോ ഈ വീട് വേറെ എടുക്കണോ എന്നൊക്കെ കമന്റ് ചെയ്താൽ നമ്മൾ അതേപോലെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.